വസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, ശിലായുഗം പിന്നിട്ടപ്പോൾ അത് നാണം മറയ്ക്കലിൻ്റെ, പിന്നീടത് തിരിച്ചറിയലിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ, സൗന്ദര്യവർദ്ധനവിൻ്റെ ഒക്കെ അടയാളമായിട്ട് വസ്ത്രങ്ങൾ മാറുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമ്മളെല്ലാം വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വസ്ത്രം മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യമാണ്. എന്നാൽ തിരുവചനത്തിൽ, വിശുദ്ധ ബൈബിളിൽ ഒത്തിരി വസ്ത്രങ്ങളുണ്ട്. എല്ലാ വസ്ത്രങ്ങളിലൂടെയും സഞ്ചരിക്കാൻ സമയമില്ലല്ലോ. എന്നാൽ ചില വസ്ത്രങ്ങൾ തരുന്ന ചില സന്ദേശങ്ങളെക്കുറിച്ചാണ് ഈ പകലിൻ്റെ ചിന്തകൾക്ക് കരുപ്പിടിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് വസ്ത്രം? വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് തരുന്ന സന്ദേശം. വചനത്തിലെ ആദ്യത്തെ വസ്ത്രം, ദൈവവചനത്തിൽ നിന്ന് ആദ്യത്തെ വസ്ത്രം, ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന ആദ്യത്തെ വസ്ത്രം ഗാർമെന്റ് ഓഫ് ഗ്ലോറി എന്നുള്ളതാണ്. മഹത്വത്തിൻ്റെ വസ്ത്രം എന്നുള്ളതാണ്. ഗാർമെന്റ് ഓഫ് ഗ്ലോറി. ഞാൻ ചോദിക്കട്ടെ, ഉത്തരം പറയുമോ? ആദമും ഹവ്വയും ദൈവം മെനഞ്ഞുണ്ടാക്കിയപ്പോൾ അവർ ഏദൻ തോട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിന് നാന്ദി കുറിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വസ്ത്രമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നുവെന്ന് ഉറച്ച ശബ്ദത്തിൽ ഈ പരമലയുടെ മണ്ണിലിടുന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോട് ആക്ഷരികമായി യോജിക്കുകയും പക്ഷേ വേദപരമായി വിയോജിക്കുകയും ചെയ്യുകയാണ്. ആക്ഷരികമായി നിങ്ങൾ പറഞ്ഞ ആദമിനും ഹവ്വയ്ക്കും വസ്ത്രമില്ലായിരുന്നു എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക തന്നെയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അവർക്ക് വസ്ത്രമില്ലായിരുന്നു, അവർ നഗ്നരായിരുന്നു. ഈ ചോദ്യം, അവർ നഗ്നരായിരുന്നു എപ്പോൾ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. പിറന്ന നാളുകളിൽ, അവർ ജീവിതം ആരംഭിച്ച നാളുകളിൽ അവർ നഗ്നരായിരുന്നുവെന്ന് തിരുവചനം പറയുന്നില്ല. ഞാൻ പറയുന്ന ആദ്യത്തെ വസ്ത്രത്തെക്കുറിച്ചാണ്. ആദമിനും ഹവ്വയ്ക്കും തുണിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞതാണ് അവരുടെ ആദ്യത്തെ വസ്ത്രം, ഗാർമെന്റ് ഓഫ് ഗ്ലോറി. അങ്ങനെയെങ്കിൽ തുണിയില്ലാതിരുന്ന നാളുകളിൽ അവർ ധരിച്ച വസ്ത്രം എന്താണ്? കൃത്യമായി 8-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നുണ്ട്, മനുഷ്യനെ ദൈവം മെനഞ്ഞുണ്ടാക്കിയതിനെ കുറിച്ച്. അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. സുപരിചിതമാണ് ഈ ഭാഗം. ബാക്കി പറയുമോ? തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ദൈവം മെനഞ്ഞുണ്ടാക്കിയിട്ട് ആദ്യം ചെയ്തത് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഈ ഒരു പദം നിങ്ങൾ കേൾക്കണം. അണിയിക്കുക എന്ന് പറയുന്നത് വസ്ത്രമണിയുക, ആഭരണമണിയുക എന്നുള്ളതാണ്. തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചു എന്നുള്ളതാണ്. തത്തുല്യമായ ഇംഗ്ലീഷ് വേദഭാഗത്തിൽ ഇങ്ങനെയാണ്, ക്രൗണ്ട് ദം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. ക്രൗണ്ട് ദം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ എന്ന് പറഞ്ഞാൽ കിരീടം ധരിപ്പിക്കുന്നത് പോലെ അവരെ മഹത്വം ധരിപ്പിച്ചു എന്നാണ്. കിരീടം ധരിപ്പിക്കുന്നത് പോലെ അവരെ മഹത്വം ധരിപ്പിച്ചു എന്നാണ്, അല്ലെങ്കിൽ കിരീടമായി അവരെ മഹത്വം ധരിപ്പിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ ഉത്തരം ഇങ്ങനെയാണ്, ആദമും ഹവ്വയും ആദ്യം വസ്ത്രമില്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ വസ്ത്രം ധരിച്ചിരുന്നു. നാം അതിനെ നഗ്നതയെന്ന് വെറുതെ വിളിക്കുന്നു. അത് നഗ്നതയായിരുന്നില്ല. നഗ്നതയ്ക്കു മേലെ ദൈവം അവർക്ക് കൊടുത്ത മഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ വസ്ത്രം. 8-ാം സങ്കീർത്തനം 5-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശുദ്ധ വചനത്തിലെ ആദ്യത്തെ വസ്ത്രം നമുക്ക് സുതാര്യമല്ല, നമുക്ക് ട്രാൻസ്പെറൻ്റ് അല്ല, നമുക്ക് വ്യക്തമല്ല. നമ്മുടെ ഗോചരമായ നയനങ്ങൾക്ക് അത് വെളിവാക്കപ്പെടുന്നില്ല. നമ്മുടെ കണ്ണിൽ കേവലം നഗ്നത മാത്രമാണ്. അത് മഹത്വത്തിൻ്റെ വസ്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവന് വസ്ത്രമില്ല. പക്ഷെ പരിശുദ്ധ മാമോദീസയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവനെ മൂറോൻ ധരിപ്പിക്കുക എന്നാ പറയുക. സാധാരണ ഒരു തൈലം നമ്മുടെ കാലുവേദനയ്ക്ക് എന്നാ ചെയ്യുക? തേക്കുക. പക്ഷേ സഭയുടെ പിതാക്കന്മാർ പറയുന്നത്, ഒരു പിഞ്ചു കുഞ്ഞിനെ മാമോദീസയിൽ മൂറോൻ ധരിപ്പിക്കുകയാണ്, മൂറോൻ അഭിഷേകിക്കുകയാണ്. അതുകൊണ്ടാണ് കാലുവേദനയ്ക്ക് എണ്ണ തേക്കുന്നത് പോലെയല്ല കൊച്ചിൻ്റെ ദേഹത്ത് എന്ത് തേക്കുന്നത്? വിശുദ്ധ മൂറോൻ തേക്കുന്നത്. മറിച്ച് അവൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ നാം കണ്ടിട്ടില്ലേ, പട്ടക്കാരൻ ഇങ്ങനെ തൈലം കൊണ്ട് ഇങ്ങനെ ധരിപ്പിച്ചെടുക്കുകയാണ്, തേച്ചെടുക്കുകയാണ്. ഇത് പരിശുദ്ധ ആത്മാവിൻ്റെ പ്രതീകമാണ്. നമുക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. അതിനെ മാമോദീസയിൽ പിതാക്കന്മാർ വിളിക്കുന്നത് ഗാർമെന്റ് ഓഫ് ലൈറ്റ് എന്നാണ്, പ്രകാശത്തിൻ്റെ വസ്ത്രമെന്നാണ്. സങ്കീർത്തനക്കാരൻ വിളിക്കുന്നത് മഹത്വത്തിൻ്റെ വസ്ത്രമെന്നാണ്. സഹോദരങ്ങളെ, ഈ പ്രകാശത്തിൻ്റെ വസ്ത്രം നാം എല്ലാവരും ധരിച്ചിട്ടുണ്ട്. എന്നാൽ ആദം അത് ധരിച്ചിട്ടുണ്ട്. ആദമിന് അത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ആദം അക്കാര്യത്തിൽ അജ്ഞനായിരുന്നു എന്നുള്ളതാണ്. നാമും പൗരസ്ത്യ പാരമ്പര്യത്തിലെ നസ്രാണിയായി വിളിക്കപ്പെട്ട, വിശുദ്ധ മൂറോൻ ധരിപ്പിക്കപ്പെട്ട,
പ്രകാശ വസ്ത്രം ധരിപ്പിക്കപ്പെട്ട് നമ്മൾ എത്ര പേർക്ക് ബോധ്യമുണ്ട് നാം ധരിച്ചിരിക്കുന്ന ഈ ചേലകൾക്ക് അപ്പുറമായി നാം ഒരു പ്രകാശത്തിൻ്റെ വസ്ത്രത്തെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളത്, നാം ഒരു മഹത്വത്തിൻ്റെ വസ്ത്രത്തെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് കേവലം നഗ്നതയല്ല. അല്ലെങ്കിൽ തന്നെ ആദമിന് നാണം തോന്നിയില്ല. എന്തുകൊണ്ട്? ആദം അവിടെ നിഷ്കളങ്കനായിരുന്നു. ഒരിക്കൽ ഞാൻ ഒരു ഭവന സന്ദർശനത്തിനൊരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പനും അമ്മയുണ്ട്. അപ്പോൾ ഈ പപ്പായും അമ്മയുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ചുമ്മാതെ അതിൽ ഓടുന്നുണ്ട്. അവൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ഓടിക്കളിക്കുകയാണ്. അവൻ്റെ ജ്യേഷ്ഠന് ഒരു 5 വയസ്സ് കാണും, ഇവനൊരു 1.5-2 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ജ്യേഷ്ഠന് തുണി ഇട്ടിട്ടുണ്ട്, നിക്കറുടുപ്പൊക്കെ ഉണ്ട്. ഈ കൊച്ചിന് 2 വയസ്സുള്ള കൊച്ചിന് ഒന്നുമില്ല. ഇവൻ പിറന്ന പടി ഇങ്ങനെ ഹോളിൽ കൂടെ ഓടുക. അപ്പോൾ ഈ അപ്പനും അമ്മയ്ക്ക് ഇത്തിരി അലോസരമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവർ എന്നോട് വർത്തമാനം പറയുകയും ഇവരെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ ഇടയ്ക്ക് അവൻ്റെ പേരൊന്ന് വിളിച്ചപ്പോൾ അവനിങ്ങനെ വണ്ടി നിൽക്കണത് പോലെ അവനിങ്ങനെ നിന്ന് ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് കണ്ടില്ലേടാ, അച്ഛൻ്റെ മുമ്പിലാണോ ഇങ്ങനെ ഓടിക്കളിക്കുക, ഇങ്ങനെ നിൽക്കുന്നതാ, നീ പോയി വല്ലതും ഇട്ടോണ്ട് വാന്ന് പറഞ്ഞു. അവനകത്തേക്ക് സൂപ്പർ എക്സ്പ്രസിൻ്റെ സ്പീഡിൽ ഒറ്റ വിടിയിലായിരുന്നു. അവൻ്റെ പപ്പായും അമ്മയും ഒക്കെ പ്രതീക്ഷിച്ചു ഇപ്പോൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തു വരുമെന്ന്. പോയതിലും വേഗത്തിൽ അവൻ തിരിച്ചു വന്നിട്ടും അതുപോലെ തന്നെ ഒന്നും ഇട്ടിട്ടില്ല. നോക്കിയപ്പോൾ എൻ്റെ കാലിൽ ഒരു സ്ലിപ്പർ ഇട്ടിട്ടുണ്ട്. അകത്തോട്ട് പോയപടി അവൻ ആദ്യം കണ്ടത് അവൻ്റെ ചെരുപ്പാ. അപ്പൻ ഇത്രേ പറഞ്ഞുള്ളൂ, നീ പോയി വല്ലതും ഇട്ടോണ്ട് പാടാന്ന്. ഈ കുഞ്ഞിന് നഗ്നത നാണം തോന്നുന്ന ഒരു അവസ്ഥയല്ല. ഈ കുഞ്ഞിന് അവൻ്റെ നഗ്നത മ്ലേച്ഛമല്ല, അത് ഇച്ചീച്ചിയല്ല. അതുകൊണ്ട് അവന് നിഷ്കളങ്കമായ ചിന്തയിൽ അവൻ ഇട്ടുകൊണ്ട് തന്നെ പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ നഗ്നതയ്ക്ക് 2 തലമുണ്ട്. ഒന്ന് നഗ്നത ദിവ്യമാണ്, മറ്റൊന്ന് നഗ്നത മ്ലേച്ഛമാണ്. ഉദാഹരണമായി നോഹ നഗ്നനാകുന്ന ഒരിടമുണ്ട്. അവിടെ നഗ്നത അപമാനത്തിൻ്റെ പടികൾ കിടക്കുന്നുണ്ട്. വീണ്ടും പുതിയ നിയമത്തിൽ കർത്താവിനെ പിടിച്ചു കെട്ടുമ്പോൾ ഗെത്സമൻ തോട്ടത്തിൻ്റെ സമീപത്ത് വെച്ച് ഒരാൾ കുപ്പായം വിട്ടിട്ട് വെറും പുതപ്പ് ധരിച്ചുകൊണ്ടാണ് വന്നത്. അത് വിട്ടിട്ട് നഗ്നനായി ഓടിപ്പോയി. അവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നഗ്നതയുടെ ഒരടയാളം പിശാച് പിടിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വിട്ടുമാറുന്നതിൻ്റെ പേരാണ് നഗ്നത. ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയാം. പിശാച് പിടിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ വിട്ടുമാറുന്നതിൻ്റെ പേരാണ് എന്ത്? നഗ്നത. എന്നാൽ നഗ്നതയ്ക്ക് ബൈബിളിലെ മറ്റൊരു തലം ഇസ് ഡിവൈൻ. പഴയ നിയമത്തിൽ 2 ഡിവൈൻ നേക്കഡ്നെസ് ഉണ്ട്, ദിവ്യ നഗ്നതയുണ്ട്. ഒന്ന് ആദാമിൻ്റെ നഗ്നതയാണ്. ആദമും ഹവ്വയും നഗ്നരായിരുന്നു, എന്നാൽ അവർക്ക് നാണം തോന്നിയില്ല. കാരണം അവർക്ക് മീതെ എന്തുണ്ടായിരുന്നു? ദിവ്യതയുടെ മഹത്വത്തിൻ്റെ വസ്ത്രം ഉണ്ടായിരുന്നു. ആദം അനുഭവിച്ച ദൈവം കൊടുത്ത പരമാധികാരത്തിൻ്റെ അടയാളമാണ് ആദമിൻ്റെ നഗ്നത. പഴയ നിയമത്തിലെ ദിവ്യമായ 2ാമത്തെ നഗ്നത, 2ാമത്തെ ഡിവൈൻ നേക്കഡ്നെസ് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ നഗ്നതയാണ്. ദൈവത്തിന്റെ പെട്ടകം യെരൂശലേമിലേക്ക്, സിയോനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വലിയ ഈ പെട്ടകം കൊണ്ടുള്ള ഘോഷയാത്രയുടെ മുമ്പിൽ നിങ്ങൾക്കറിയുമോ, ഇസ്രായേലിന്റെ മധുരഗായകൻ ഈ പ്രദക്ഷിണത്തിന്റെ മുമ്പിൽ നഗ്നനായി നൃത്തം ചവിട്ടിയെന്നാണ്. അവിടെ ആരാധനയുടെ പരമാധികാരത്തിലാണ്, ആരാധനയുടെ പരമമായ മുകളിലാണ് ആര് നഗ്നനാകുന്നത്? ദാവീദ് നഗ്നനാകുന്നത്. പഴയ നിയമത്തിലെ 2 നഗ്നതകളും ദിവ്യ നഗ്നതകളാണ്. ഒന്ന് ആദാമിൻ്റേത് അധികാരത്തിൻ്റെ പൂർണ്ണത, ദാവീദിൻ്റേത് ആരാധനയുടെ പൂർണ്ണത. എന്നാൽ ഇത് രണ്ടും ഇസ്രായേൽ ജനം നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ക്രിസ്തു കുരിശിൽ നഗ്നനാകേണ്ടി വന്നത്. അതും ഡിവൈനാണ്. കാരണം ക്രിസ്തു കുരിശിൽ നഗ്നനായപ്പോൾ പഴയ നിയമം നഷ്ടപ്പെടുത്തിയ ആരാധനയുടെ പൂർണ്ണതയും പഴയ നിയമം നഷ്ടപ്പെടുത്തിയ ഇസ്രായേലിന്റെ പരമാധികാരം എന്ന പ്രിവിലേജും യേശു ക്രിസ്തുവിന്റെ കുരിശിലെ നഗ്നതയിൽ തിരിച്ചു പിടിക്കുക. അതിന് പിതാക്കന്മാർ കൊടുക്കുന്നൊരു വ്യാഖ്യാനമുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദാം നഗ്നനായപ്പോൾ മരങ്ങളുടെ പുറകിലേക്ക് പോയി, ഭയപ്പെട്ട് ഒളിച്ചൂന്ന മരങ്ങളുടെ പിറകിലേക്ക് പോയി. എന്നാൽ ഈ നഗ്നതയുടെ നാണം തീർക്കാൻ പുതിയ നിയമത്തിൽ കാൽവറി മലയിൽ യേശു ക്രിസ്തു മരങ്ങളുടെ പിറകിലൊളിച്ച ആദമിന് പകരം മരത്തിന്റെ മുൻപിലേക്ക് വന്ന് കുരിശിൽ തൂങ്ങി എന്നാണ്. അവിടെ ക്രിസ്തുവിന്റെ പുറകിലാണ് കുരിശ്. ഏദൻ തോട്ടത്തിലാകട്ടെ ആദാമിന്റെ മുൻപിലാണ് മരങ്ങൾ. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് വേദശാസ്ത്രപരമായിട്ടൊന്നും പറയുകയല്ല. ഞാൻ സൂചിപ്പിച്ചത് നഗ്നത എന്ന അടയാളത്തെക്കുറിച്ചാണ്. വിശുദ്ധ വചനം പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ വസ്ത്രം ഇത് തന്നെയാണ്, ഗാർമെന്റ് ഓഫ് ഗ്ലോറി. ക്രൂശിൽ ഇത് ദിവ്യതയുടെ വസ്ത്രമാണ്. ആദമിൽ ഇത് അധികാരത്തിന്റെ അടയാളമാണ്.
ദാവീദിൽ ഇത് പരമാധി ആരാധനയുടെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ദൈവം പ്രകാശ വസ്ത്രത്തെ തന്നിട്ടുണ്ട്. എന്നാൽ എത്ര പേർക്ക് എനിക്കും നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ട്? അതുകൊണ്ടാണ് നമുക്ക് ഈ സൗന്ദര്യമൊന്നും പോരാന്ന് തോന്നുന്നത്. നിലക്കണ്ണാടിയുടെ മുമ്പിൽ തിരിഞ്ഞും മറിഞ്ഞും നിന്നിട്ടും നമുക്കൊരു ബലം തോന്നാത്ര എന്താ? ഈ പനുമലപ്പള്ളിയിലേക്ക് രാവിലെ പോരാൻ നേരം തന്നെ എത്ര ഒരുങ്ങി അല്ല, എത്ര തവണ കണ്ണാടിയിൽ നോക്കി. ഇതുവരെ ഒരുങ്ങി തീർന്നിട്ട് ഇവിടെ വരാത്തവരും ഉണ്ട്, നമുക്കറിയാം. എന്താ നമുക്കൊരു ബലം തോന്നാത്ര നമ്മിൽ തന്നെ? ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് നമ്മിൽ തന്നെ ഒരു ബലം ഇല്ല എന്നുള്ളതാ. നമുക്ക് നമ്മിൽ തന്നെ ഒരു എന്തോ ഒന്നിന്റെ കുറവുണ്ടെന്നുള്ളതാ. നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം തോന്നുന്നില്ല എന്നുള്ളതാണ്. അവനവനോട് തന്നെ ഒരു പ്രണയം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് മാറാൻ പൗരസ്ത്യ ചിന്തയിലെ ഈ ഭാവം മനസ്സിലാക്കിയാൽ മതി. എന്ത്? നാം ധരിച്ചിരിക്കുന്ന ഒരു പ്രകാശ വസ്ത്രമുണ്ട്. നമുക്ക് മീതെ വീഴുന്ന ഓരോ പാപത്തിന്റെ കറയും, നമുക്ക് മീതെ വീഴുന്ന ഓരോ കളങ്കത്തിന്റെ മുറിപ്പാടുകളും നമ്മുടെ പ്രകാശ വസ്ത്രത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ലോകയാത്രയിൽ നാം പ്രകാശ വസ്ത്രത്തെ മലിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കിട്ടുമോ? എന്ന് കിട്ടും? അമ്മച്ചി ഉത്തരം പറഞ്ഞു, എന്ന് കിട്ടും? പാപങ്ങളേറ്റു പറയുമ്പോൾ തിരിച്ചു കിട്ടും. അതിനുമപ്പുറം പ്രിയപ്പെട്ടവർ, നമുക്ക് തിരിച്ചു കിട്ടുന്നൊരു ദിവസമുണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് നയിക്കുകയാണ്. ശവസംസ്കാര ശുശ്രൂഷയിൽ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ 2 വരി ഇങ്ങനെയാണ്: ആദാം മക്കൾക്കായി റുകുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. നിങ്ങൾ പാട്ട് കേൾക്കണ്ട, പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. എന്തു വസ്ത്രം? ഈ പ്രകാശത്തിന്റെ വസ്ത്രം നമുക്കിനി എന്ന് കിട്ടും എന്ന് ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം അവിടെയുണ്ട്. ഞാൻ ഒന്നുകൂടെ പാടാം. പാട്ടിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് യാത്ര ചെയ്യണം. ആദാം മക്കൾക്കായി റുകുദിശ നെയ്ത. എന്താ ഞാൻ പാടിയത്? ആദാമിന്റെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. എന്ന് കിട്ടും? ഉയർപ്പിന്റെ അവസാന നാളിൽ ആദാമിന്റെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുന്നിയ മഹത്വത്തിന്റെ വസ്ത്രം നാം ധരിക്കും, അല്ലേ? അതുകൊണ്ട് വീണ്ടും ഈ പ്രകാശത്തിന്റെ വസ്ത്രം അവസാന നാളിൽ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ശമരിയക്കാരന്റെ ഉപമ ഓർക്കുന്നില്ലേ? ആ മനുഷ്യൻ യാത്ര ചെയ്തത് എവിടെ നിന്ന് എവിടേക്കാ? യെരൂശലേമിൽ നിന്ന് എറിഹോവിലേക്കാണ്. യെരൂശലേം സമാധാനത്തിന്റെ പട്ടണമാണ്, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. എരീഹോ നാശത്തിന്റെ താഴ്വരയാണ്. എന്നാ അങ്ങനെയെങ്കിൽ യെരൂശലേമിൽ നിന്ന് എരീഹോവിലേക്ക് പോയ മനുഷ്യൻ ഉപദ്രവിക്കപ്പെടുമ്പോൾ ആദ്യമായി അയാൾ വസ്ത്രമഴിച്ച് ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കള്ളന്മാർ അയാളുടെ വസ്ത്രം അഴിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ കഥയുടെ അർത്ഥം? നമ്മുടെ ജീവിതയാത്രകളിൽ നാം എപ്പോൾ ദൈവം തന്നിരിക്കുന്ന യെരൂശലേമിന്റെ അനുഭവങ്ങളിൽ നിന്ന് നാം ഈ ലോകം മാടി വിളിക്കുന്ന പല പാപത്തിന്റെ എറിഹോവിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് പണമല്ല, മറ്റൊന്നുമല്ല, സ്വർണമല്ല, മറ്റൊന്നുമല്ല. ശമരിയക്കാരന്റെ ഉപമ പോലെ വസ്ത്രം അഴിക്കപ്പെട്ടിട്ടാണ് അയാൾ ഉപദ്രവിക്കപ്പെട്ടതെങ്കിൽ നാം നമ്മുടെ യെരൂശലേമിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരാൻ പോകുന്ന അപകടം എന്താ? നമ്മുടെ വസ്ത്രം നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ വസ്ത്രം നഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കിക്കേ. തിരുവേദം പറയുന്ന ആദ്യത്തെ വസ്ത്രം, ഗാർമെന്റ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വസ്ത്രം ഉണ്ടോ? നഷ്ടപ്പെട്ടുവോ? നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ലോകം നമ്മുടെ തേജസ്സിന്റെ വസ്ത്രം അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബലം തോന്നാത്തത്, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം തോന്നാത്തത്. എന്തൊക്കെ ഉണ്ടായിട്ടും മനസ്സിന്റെ ഭാണ്ഡക്കെട്ടിൽ പേറുന്ന ഒരു അതൃപ്തിയുടെ കല്ല് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടക്കുന്നത് നമ്മുടെ പ്രകാശവസ്ത്രം എവിടൊക്കെയോ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആരാധനയിൽ നമുക്ക് വെട്ടം കിട്ടാത്തത്. ഓരോ ഞായറാഴ്ചയും പുരോഹിതൻ പറയുന്നുണ്ട്, നിങ്ങൾ തെളിഞ്ഞ ആനന്ദത്തോടെ പോകണമെന്ന.
ഓക്കെ സി യു അച്ചോ നെക്സ്റ്റ് സൺഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുക, അടുത്ത ഞായറാഴ്ച കാണാം. പക്ഷെ ആ ഞായറാഴ്ച പോലും ഈ മുഖപ്രകാശം നമുക്കില്ല. ആ ഞായറാഴ്ച രാത്രിയിൽ പോലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണില്ല. എന്തുകൊണ്ട്? ഒരൊറ്റ കാരണമാണ് ഞാൻ പറയുക. പ്രകാശത്തിന്റെ വസ്ത്രം ശമരിയാക്കാരന്റെ കഥയിലെ മുറിവേറ്റവൻ എന്നതുപോലെ നമ്മിൽ നിന്ന് ലോകം ഇതാ അഴിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി പ്രാർത്ഥിക്കാൻ ഒന്ന് മാത്രം, ദൈവമേ, ആദാമിന്റെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുന്നുന്ന ആ പ്രകാശത്തിന്റെ വസ്ത്രം, മഹത്വത്തിന്റെ വസ്ത്രം എനിക്ക് നീ ഒരു നാൾ തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രകാശത്തിന്റെ വസ്ത്രത്തെ പതിച്ചു തന്നുകൊണ്ട് ഞാൻ വചനത്തിൽ നിന്ന് രണ്ടാമത്തെ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏദൻ തോട്ടത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. മനോഹരമായ ഏദന്റെ പറുദീസയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തിന്റെ കണ്ണും കാതും ഒന്ന് കടന്നു വരണം. 2, ഗാർമെന്റ് ഓഫ് ടെമ്പറൽ പ്ലഷർ. ഗാർമെന്റ് ഓഫ് ടെമ്പറൽ പ്ലഷർ, താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രം. ഏദൻ തോട്ടത്തിൽ തന്നെയാണ് രണ്ടാം വസ്ത്രം, താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദമിനും ഹവ്വയ്ക്കും നഗ്നത തോന്നിയ ആ നാളിൽ, നാണം തോന്നിയ ആ നാളിൽ അവർ ആദ്യം ഭയപ്പെട്ടത് ആരെയാണ്? ദൈവത്തെയാണ്. ഈവനിങ് വാക്കിന് തമ്പുരാൻ വരുമ്പോ എങ്ങനാടോ തുണി ഉടുക്കാതെ തമ്പുരാന്റെ മുന്നിൽ ചെല്ലുക? ആദം ഹവ്വയോട് ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഇങ്ങനെ നിൽക്കാൻ? ഹവ്വ ആദമിനോടും ചോദിച്ചു, ചേട്ടനും നാണമില്ലേ ഇങ്ങനെ നിൽക്കാൻ? എന്ന് പറഞ്ഞാൽ ആദ്യമായി നാണം തോന്നിയ അവരുടെ ജീവിതത്തിലെ പ്രഭാതം. അവർ എന്താ ചെയ്തത്? തമ്പുരാൻ വൈകിട്ട് വരികയും ചെയ്യും, എന്ത് ചെയ്യും? ഒരു വസ്ത്രമില്ല. അവർ പരക്കം പാഞ്ഞു. അന്ന് ആലുക്കാസും ഇമ്മാനുവൽ സിൽക്സും ഒന്നും ഉള്ള കാലമല്ലല്ലോ. അവർ ഏദൻ തോട്ടത്തിൽ പരക്കം പാഞ്ഞു നാണം മറയ്ക്കാൻ. നോക്കിയപ്പോൾ മരത്തിലെല്ലാം കൊച്ചു കൊച്ചു ഇലകളാണ്. അവർ കണ്ട ഏറ്റവും വലിയ ഇല അത്തിയുടെ ഇലയാണ്. അന്ന് വരെ ഒരു കിളിച്ചുണ്ടമാവെ പോലും കയറേണ്ടി വന്നിട്ടില്ലാത്ത ആദം ആദ്യമായിട്ട് ഈ അത്തിയിൽ വലിഞ്ഞു കയറുക. ഹവ്വ മൂട്ടീന്ന് താങ്ങിക്കൊടുത്തു കാണും. ആവശ്യമതല്ലേ? ആദാം കയറി ഒരു 10-25 ഇല പറിച്ചിട്ടു. നിങ്ങൾ കണ്ടോ ഇല പറിച്ചിട്ടത്? ആദം കയറി ഒരു 10-25 ഇല പറിച്ചിട്ടു. ഇറങ്ങി രണ്ടുപേരും കൂടെ രാവിലത്തെ പണിയാ. ഒരു പച്ചീർക്കില് ചീകിയിട്ട് രണ്ടുപേരും കൂടെ ഇല ഇങ്ങനെ കോർത്ത് തുന്നിയെടുത്തു. കണ്ടില്ലേ ആ വസ്ത്രം നിങ്ങളിപ്പോൾ? രണ്ടുപേർക്ക് നല്ല ഒന്നാം തരം അത്തിയിലയുടെ ഒരു വസ്ത്രം രണ്ടുപേരും തുന്നിയെടുത്തു, രണ്ടുപേരും ധരിച്ചു. ആ ഇപ്പൊ ഒന്ന് കാണാനുള്ളത് തന്നെ എന്ത് സുന്ദരം, മനോഹരം. രണ്ടുപേരും പറഞ്ഞു, പഴയ ഒരു ചലച്ചിത്രത്തിലെ ഫലിതം പോലെ, എന്നാലും എൻ്റെ ആദം ചേട്ടാ ഈ ബുദ്ധി നമുക്ക് എന്താ ഇതുവരെ തോന്നാത്തത്? രണ്ടുപേർക്കും വളരെ സന്തോഷം. ധരിച്ച വസ്ത്രം കൊള്ളാം. അത്തിയിലയുടെ വസ്ത്രം ധരിച്ചു, സന്തോഷത്തോടെ ആ പ്രഭാതത്തിൽ നിൽക്കുക. ഇതാണ് താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രം, ഗാർമെന്റ് ഓഫ് ടെമ്പറൽ പ്ലഷർ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, കഥ മാറാൻ പോവാ. ശ്രദ്ധിക്കണം, കഥ മാറാൻ പോവാ. മീനച്ചൂടിൽ ഉരുകി ഒലിക്കുന്ന ഏദൻ തോട്ടത്തിന്റെ ഉച്ച. മണി 12 കഴിഞ്ഞിരിക്കുന്നു. രാവിലെ പറിച്ച അത്തിയില ഉച്ച കഴിഞ്ഞ് കൊടും വെയിലത്ത് എന്നാ പറ്റിയെന്നറിയാമോ? വാടിപ്പോയി. വട്ടയില ചുരുങ്ങുന്നത് പോലെ ഈ അത്തിയിൽ എന്നാ പറ്റി? ചുരുങ്ങിപ്പോയി. നിങ്ങളിപ്പോ കണ്ടോ, രാവിലെ 9 മണിക്ക് രണ്ടുപേരും കൂടെ ഇല ചുറ്റി നിന്ന് ആ സുന്ദരമായ കാഴ്ച അല്ലിപ്പോ. 3 മണിക്ക് നമ്മുടെ ചില പിള്ളേര് ലോ വേസ്റ്റ് ജീൻസ് ഇടുന്നത് പോലെ ആയിപ്പോയി. അടിവസ്ത്രത്തിന്റെ ഒന്നാം തരം പരസ്യം പോലെ. ഇതാ അവർ എന്ത് മറയ്ക്കണമെന്ന് ആഗ്രഹിച്ചുവോ, അവരുടെ നഗ്നത എങ്ങനെ മറയ്ക്കണമെന്ന് ആഗ്രഹിച്ചുവോ, അതിന് ഘടകവിരുദ്ധമായതാണ് 4 മണിക്ക് സംഭവിച്ചത്. എന്താ? ഈ ഇലയൊക്കെ വട്ടയില ചുരുളുന്നത് പോലെ ചുരുങ്ങിപ്പോയി. ഇനിയിപ്പോ എന്നാ ചെയ്യുക? തമ്പുരാൻ ഇപ്പൊ വരും. ഇനി കയറി ഇല പറിച്ച് പുതിയതൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ അത്തിയിലയുടെ വസ്ത്രം ഞാനും നിങ്ങളും ധരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല പുഴുക്കുത്തുകളും മറയ്ക്കാൻ നമ്മൾ വളരെ പോളിഷ്ഡായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ അത്തിയിലയുടെ വസ്ത്രം ധരിക്കുന്നുണ്ട്. അച്ചായന് പുള്ളിക്കാരി ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ അത്തിയിലയുടെ വസ്ത്രം ധരിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് ഇങ്ങനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭാരതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആധുനിക മനുഷ്യന്റെ രൂപമെന്ന് പറയുക മുഖം പത്മദളാകാരം. മുഖം എന്താ താമര പോലെ, പത്മം താമര പോലെ സുന്ദരം.
വാചം ചന്ദന ശീതളം, വാക്കിന് ചന്ദനത്തിന്റെ തണുപ്പ. ഹൃദയം വജ്ര കഠിനം, ഉള്ളിലിരിപ്പ് ഒരു പുള്ളിക്കും പിടികിട്ടുകല. മുഖം പത്മതളാകാരം, നമ്മളെ കുറിച്ച് തന്നെ. വാചം ചന്ദന ശീതളം, വാക്കുകൾക്ക് ചന്ദനത്തിന്റെ തണുപ്പാണ്. ഹൃദയമോ വജ്രഘടന, അകത്തത് വല്ലാത്തത് തന്നെ. അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ അത്തീലയുടെ വസ്ത്രം ധരിക്കുന്ന അപ്പന്മാരുണ്ട്, ഭാര്യയുടെ മുന്നിൽ അത്തീലയുടെ വസ്ത്രം ധരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കുക. ആരുടെ മുന്നിലൊക്കെ നമ്മൾ അഭിനയിക്കുന്നുണ്ട്? പഴയ തലമുറയ്ക്ക് അനുഭവം ഉണ്ടായിരുന്നു, ഇപ്പൊ അഭിനയം മാത്രമേ ഉള്ളൂ. ഈ അഭിനയിക്കുന്നവരെല്ലാം ധരിച്ചിരിക്കുന്നത് ഏത് വസ്ത്ര? ഈ തിരുവേദത്തിലെ 2ാം വസ്ത്രം തന്നെ. ഏത്? അത്തീലയുടെ വസ്ത്രം തന്നെ, താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രം. കാരണം എല്ലാമൊക്കെ മറച്ചു പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കറുത്ത 6 മുഴച്ചേലയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന എൻ്റെ ആന്തരിക കുരുത്തക്കേടുകൾ, എൻ്റെ ഉള്ളിലെ പുഴുക്കുത്തുകൾ, എന്നെ കണ്ട വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നെ ഒരു പരിചയവും ഇല്ല. എങ്ങാണ്ടെന്ന് വന്ന് ഒരു ധ്യാനമെടുത്തിട്ട് 12:30 ബൈ പറഞ്ഞു പോകും. എനിക്ക് നിങ്ങളെയും അറിഞ്ഞുകൂടാ. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെല്ലാം സുന്ദരന്മാരാണ്, നിങ്ങളെല്ലാം സുന്ദരിമാരാണ്. എനിക്ക് നിങ്ങളെ അറിയത്തില്ല. കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് കാലത്തിന്റെ പരിച്ഛേദമാണ്. അത്തീലയുടെ വസ്ത്രത ധരിച്ച് ദൈവത്തെ വരെ കളിപ്പിക്കാൻ നോക്കുക. വചനം പറയുന്നുണ്ട്, സകലതും അവന്റെ മുമ്പിൽ നഗ്നവും, ബാക്കി പറയാം, മലർന്നുറമായി കിടക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടാതെ ഗൂഢമായിരിക്കുന്നതൊന്നുമില്ല, വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്തൊക്കെ കുരുത്തക്കേടും വേണ്ടാതീനോ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ ന്യായവിധിയുടെ നാളിൽ പുറത്തു വരും. കണക്ക് പറഞ്ഞ് തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും. ഇന്ന് നീ വളരെ പോളിഷ്ഡാ. ഞാൻ ഇനി പറയാൻ പോകുന്ന വാചകം ശ്രദ്ധിക്കണമേ. എൻ്റെയും നിന്റെയും പല കാര്യങ്ങളും ആരും അറിയാത്തിടത്തോളം ഞാനും നീയും വിശുദ്ധനാ. ഞാനൊന്നുകൂടെ ആവർത്തിക്കുക, എൻ്റെയും നിന്റെയും പല കാര്യങ്ങളും ആരും അറിയാത്തിടത്തോളം നീ വിശുദ്ധനാ. വീട്ടുകാരറിയാത്തിടത്തോളം. ചിലരെ കുറിച്ചൊക്കെ ചിലത് കേൾക്കുമ്പോൾ നമ്മൾ യോജിക്കുന്നുണ്ട്, എന്നാലും അവനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വിചാരിച്ചില്ല. ചിലർ നമ്മളോട് തന്നെ പറയുന്നുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഒക്കെ ഒളിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തമ്പുരാന്റെ വചനം പറയുക, വെളിപ്പെടാതെ ഗൂഢമായിരിക്കുന്നത് ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, വന്നിട്ട് ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കേണ്ടതായിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ ഈ ഭക്തി അഭ്യാസങ്ങളൊക്കെ ഭയങ്കര. പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും നമസ്കാരവും, വെള്ളിയാഴ്ച പ്രാർത്ഥന, തിങ്കളാഴ്ച പ്രാർത്ഥന, ബുധനാഴ്ച പ്രാർത്ഥന, ഫുള്ള് പ്രാർത്ഥന. കൂട്ടായ്മകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വ്യക്തി ജീവിതത്തോട് ചോദിക്കുക. അവനവൻ ഈ പരിമല ദേവാലയത്തിൻ്റെ ഉള്ളിലിടുന്ന അവനവൻ്റെ മനസാക്ഷിയോട് ഞാനും നിങ്ങളൊന്ന് ചോദിച്ചാട്ടെ, എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കേണ്ടതായിട്ടില്ലാത്ത ആരുണ്ട് ഇവിടെ ഇരിക്കുന്നതിൽ? ഇതാണ് നമ്മുടെ ചിത്രം, ഇതാണ് നമ്മുടെ ജീവിതം. അവിടെയാണ് ആദമിൻ്റെയും ഹൗവയുടെയും 2ാമത്തെ വസ്ത്രം. അവർ തന്നെ തുന്നിയെടുത്ത തേജസ്സിന്റെ വസ്ത്രം കളയുമ്പോൾ, ദൈവം കൊടുത്ത മഹത്വത്തിന്റെ വസ്ത്രം കളയുമ്പോൾ, അവർ തുന്നിയെടുത്ത താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രം. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടുണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതുമായ ഒരു ഉപകരണമുണ്ട്. വീട്ടിലെ സാധനമാണ്. എന്നാൽ പണ്ടില്ലാതിരുന്നതും ഇപ്പോഴുള്ളതുമായ മറ്റൊരു ഉപകരണമുണ്ട്. ഒരു 80കൾക്ക് ശേഷം നമ്മുടെ വീടുകളിൽ പണിയുമ്പോൾ നമ്മൾ പണിയുന്ന ഒരു സാധനമുണ്ട്. 80കൾക്ക് മുമ്പ് അത് ഉണ്ടായിട്ടില്ല. ഷോക്കേസ്. പുതിയ കണ്ടംപററി സ്റ്റൈലുള്ള വീടുകൾക്ക് ഷോക്കേസുകൾ വഴിമാറുന്നുണ്ട്, ഷോക്കേസുകൾ അന്യമാവുന്നുണ്ട്. ഷോക്കേസാണ്. ഒരു 80ന് ശേഷം ഉണ്ടായ മിക്ക വീടുകളിലും എന്തുണ്ട്? ഷോക്കേസ് ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ആ വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താ? ഷോക്കേസ്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും കാണിക്കാനുള്ളതൊക്കെ വെക്കുന്നതാണ് ഇവിടെ. എൻ്റെ കൊച്ചിന് കിട്ടിയ സമ്മാനവും മൊമെൻറ്റോ എല്ലാം അതിനകത്തുണ്ട്. ഒന്നും നമ്മൾ കളയത്തില്ല. മിനുസമുള്ളതും തിളക്കമുള്ളതും എല്ലാം നമ്മൾ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്? ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ഷോക്കേസിൽ ഇനി ഒരു തുള്ളി സ്ഥലമില്ല. നമ്മുടെ പുതിയ വീടുകളിലുള്ള ഒരു സാധനമാണ് ഷോക്കേസ്. എനിക്ക് കാണിക്കാനുള്ളതൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഹോള് വിട്ടിട്ട് അകത്ത മുറിയിലോട്ടൊന്ന് കയറരുത് കേട്ടോ. കളി മാറും, കഥ മാറും. പിന്നൊന്നും പറയാതിരിക്കുക ഭേദം.
ഈ മുന്നിൽ കാണുന്നതുമായിട്ട് അകത്ത ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ല അല്ലേ? എന്നാൽ ഈ 80-കൾക്ക് മുമ്പ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഉപകരണമുണ്ട്, ഇപ്പോഴതില്ല. ഷോക്കേസ് ഇല്ലാത്ത കാലത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഉപകരണമാണ്. അത് മുമ്പിലത്തെ മുറിയിലായിരുന്നില്ല, പിറകിലത്തെ ഇരുട്ട് മുറികളിലായിരുന്നു. പത്തായം എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോഴില്ലല്ലോ. ഈ പത്തായം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ നമ്മുടെ കാരണവന്മാര്? ഇല്ല. അകത്ത മുറിയിൽ 2 or 3 അറകളുള്ളത്, പുഴുങ്ങിയതും പുഴുങ്ങാത്തതും വിത്തിനുള്ളതും അല്ലാത്തതും ഒക്കെ ഇങ്ങനെ നിറച്ചു വിട്ടിരുന്നു അല്ലേ? പത്തായം ഒരു ഗോഡൗൺ ആയിരുന്നു, ഒരു സ്റ്റോർ റൂം ആയിരുന്നു. ഒരുപാട് കാമ്പുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒരുപാട് നാളെയെക്കുറിച്ചുള്ള സാധ്യതകളും പ്രതീക്ഷകളും തനിക്കുള്ളത് മുഴുവൻ കൊയ്തെടുത്തത് മുഴുവൻ പത്തായത്തിലായിരുന്നു. ആ മുറിയിൽ വെട്ടം പോലും ഇല്ലായിരുന്നു, ഇരുട്ടായിരുന്നു. വീട്ടിൽ വന്ന് ഏതെങ്കിലും വിരുന്നുകാർ പത്തായം കണ്ടിട്ടുണ്ടാവും? അതകത്ത മുറിയിലായിരുന്നു. ഈ നമ്മുടെ അപ്പച്ചന്മാർ മുന്നിൽ ഷോക്കേസ് പണിഞ്ഞോ? ഇല്ല. എന്നാൽ പഴയ തലമുറ ഈ പഴയ വീടുകൾ പോലെ തന്നെ അവർക്ക് അകത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനുഭവം ഉണ്ടായിരുന്നു, അഭിനയം ഇല്ലായിരുന്നു. പുറത്തവർക്ക് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു, കാണിക്കണമെന്ന് നിർബന്ധമില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അകത്തൊന്നുമില്ല, അകത്തൊന്നും പത്തായങ്ങളൊന്നുമില്ല, അനുഭവമില്ല. വെളിപ്പാട് പറയുന്നത് പോലെ ജീവനുള്ളവനെന്ന പേരുണ്ടെങ്കിലും നീ ജീവനുള്ളവനെന്ന പേരേ ഉള്ളൂ. പേരിനൊരു കുഴപ്പമില്ല. എനിക്കും നിനക്കും കുടുംബത്തിനും പേരുണ്ട്, നിന്റെ പ്രൊഫഷൻ കൊള്ളാം പേരുണ്ട്, മൊത്തത്തിൽ പേരാ, ഒരു കുഴപ്പമില്ല. പേരേ ഉള്ളൂ, ജീവിതമില്ല എന്ന് പറയുന്നത് പോലെ പത്തായം ഉണ്ടായിരുന്നു, കാണിക്കാനൊന്നുമില്ലായിരുന്നു. നമുക്കിന്ന് ഷോക്കേസ് ഉണ്ട്, കാണിക്കാനുണ്ട്, അകത്തോട്ട് കയറിയാൽ ഒന്നുമില്ല. യേശുദമ്പുരാൻ തിബരിയാസിന്റെ തീരത്ത് ചോദിക്കുന്നുണ്ട്, എന്തുണ്ട് കയ്യിൽ? ഇപ്പോൾ പിടിച്ച മീൻ ചിലത് നമുക്കിപ്പോൾ പിടിച്ചൊന്നുമില്ല. വല്യപ്പച്ചനും വല്യമ്മച്ചിയോ ഒക്കെ ചെയ്തു കൂട്ടിയ ആത്മീക അനുഭവങ്ങളുടെ സുഹൃതം മാത്രമേ നമ്മുടെ ഭാണ്ഡക്കെട്ടിലുള്ളൂ. നമ്മളൊന്നുമായിട്ട് ശേഖരിച്ചിട്ടില്ല. തമ്പുരാൻ ചോദിക്കുന്നത് പഴയ കഥയല്ല, നിന്റെ വല്യപ്പച്ചനും വല്യമ്മച്ചും പ്രാർത്ഥിച്ചതിന്റെ കണക്കല്ല തമ്പുരാൻ ചോദിക്കുന്നത്. ജസ്റ്റ് കോട്ട് സം ഫിഷ്, ഇപ്പൊ പിടിച്ച മീൻ കൊണ്ടുവരിക. ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? ഇപ്പൊ പിടിച്ചൊന്നുമില്ല. ഇപ്പൊ പിടിച്ചത് പുതിയതൊന്നും കയ്യിലില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇതാണ്, തിരുവേദത്തിലെ 2ാമത്തെ ഒരു വസ്ത്രത്തെ കുറിച്ചാണ്. ഒന്ന്, പ്രകാശത്തിന്റെ വസ്ത്രം നമുക്കൊക്കെ തമ്പുരാൻ തന്നു. വിശുദ്ധ മൂറോനിലൂടെ 8ാം സങ്കീർത്തനക്കാരന്റെ ഭാഷയിലൂടെ മഹത്വത്തിന്റെ അടയാളമായി. എന്നാൽ അതും നാം ഈ ലോകയാത്രയിൽ നഷ്ടപ്പെടുമ്പോൾ നാം ധരിക്കുന്ന അഭിനയത്തിന്റെ വസ്ത്രങ്ങളുണ്ട്, നാം ധരിക്കുന്ന താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രങ്ങളുണ്ട്. ഒന്നോർക്കുക, നീ ആരുടെയൊക്കെ മുന്നിൽ അഭിനയിച്ചാലും, പിള്ളേരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അഭിനയിച്ചാലും, ഇതൊക്കെ പുറത്തു വരുന്നൊരു ദിവസമുണ്ട് കേട്ടോ. ഇതൊക്കെ പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. കാരണം രാവിലെ ഉടുത്ത അത്തിയിലെല്ലാം വൈകിട്ട് വാടിപ്പോയി. അവർ കൊളിച്ചിരിക്കേണ്ടി വന്നു. അവർ കൊളിക്കാൻ ഏദൻ തോട്ടത്തിലെ കുറ്റിക്കാടെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കൊളിക്കാൻ ന്യായവിധിയിൽ ഒന്നും കാണില്ല. അവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും, ഒടുവിൽ ഒറ്റയ്ക്ക്. തിരുവേദത്തിലെ 3ാമത്തെ വസ്ത്രം അതും ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന ഈ വചനത്തിന്റെ ഭാഗങ്ങളിൽ 3ാമത് ഞാൻ പരിചയപ്പെടുത്തുന്നതും ഉൽപ്പത്തിയുടെ തോട്ടത്തിന്റെ ഇടനാഴികളിൽ നിന്ന് തന്നെയാണ്. അവർ ധരിച്ച 2 വസ്ത്രങ്ങളെക്കുറിച്ച്, നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ധരിച്ച 2 വസ്ത്രത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ജാലകങ്ങളിൽ അതുണ്ടാകണം. 3, ഗാർമെന്റ് ഓഫ് എക്സ്ട്രാ ബോണസ്. ഗാർമെന്റ് ഓഫ് എക്സ്ട്രാ ബോണസ്. ബോണസ് എന്നുള്ള പദം അറിയാം, എന്താ? ഓണത്തിനൊക്കെ സന്തോഷം തരുന്ന വാക്കാണ്. ബോണസ് എന്ന് പറഞ്ഞാൽ ഔദാര്യന്നാ. ബോണസ് എന്ന് പറഞ്ഞാൽ ഔദാര്യമാ. അധികമായി ഔദാര്യം തരുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്കറിയുമോ, ആദമിനും ഹൗവയും ദൈവം കയ്യോടെ പിടിച്ചു വന്നു. വൈകുന്നേരം 2നെയും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, എന്നാത്തിനാടാ പണിയൊക്കെ ചെയ്തെന്ന് ചോദിച്ചു. 2 പേരെയും കൂടെ ഏദൻ തോട്ടത്തിന്റെ പടിയിറക്കി പിണ്ടം വെച്ചു. കണ്ടുപോരെന്ന് പറഞ്ഞു വിടങ്ങും. എത്ര പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളെ ഇവിടെ ആക്കിയത്.
നിങ്ങൾ എൻ്റെ പ്രതീക്ഷകളിൽ വെള്ളം കോരി ഒഴിച്ചില്ലേ, രണ്ടും പൊക്കോണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? തമ്പുരാൻ. കുനിഞ്ഞ ശിരസുമായി, വിഷണ്ണമായ മനസ്സുമായി, വാടിയ മുഖവുമായി ആദ്യ മാതാപിതാക്കൾ പറുദീസയുടെ കമനീയമായ വാതിലുകൾ വിട്ടുപോരുമ്പോൾ ദൈവം പുറകിൽ നിന്ന് വിളിച്ചു, ഇനി വന്നേന്ന് വിളിച്ചു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. എന്നാത്തിനായിരിക്കും? രണ്ട് തല്ലും കൂടെ തരാനാണോ അതോ കൊല്ലാനാണോ? ദൈവം അവരെ മാടി വിളിക്കുക, ദൈവകരങ്ങൾ അവരെ മാടി വിളിക്കുക. കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയില്ല. രണ്ടുപേരും കൂടെ മുന്നിൽ ചെന്ന് കുനിഞ്ഞ് നിൽക്കുമ്പോ ആ നിപ്പ് നിങ്ങൾ കണ്ടോ? കുറ്റബോധത്തോടെ നീറിയൊരുക്കി നിൽക്കുമ്പോ തമ്പുരാൻ അവരെ തല്ലിയില്ല, തമ്പുരാൻ അവരെ കൊല്ലാൻ കൽപ്പനയിട്ടില്ല. ദൈവം തുകൽ കൊണ്ട്, ഉൽപ്പത്തി 3:21 ദൈവം തുകൽ കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി. അടുത്ത വാക്ക് നിങ്ങൾ കേൾക്കണമേ. ദൈവം തുകൽ കൊണ്ടൊരു വസ്ത്രമുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, 4 വയസ്സിൽ ഉള്ള LKG കുട്ടി രാവിലെ സ്കൂളിൽ പോയപ്പോൾ നമ്മൾ കുഞ്ഞിനെ ഉടുപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ശിക്ഷ മേടിക്കാൻ കയ്യും നീട്ടി നിൽക്കുന്ന, ശിക്ഷ മേടിക്കാൻ അർഹരായി നിൽക്കുന്ന രണ്ടുപേരെ ദൈവം അവർക്ക് അർഹതയില്ലാതിരുന്ന ഒരു വസ്ത്രം അവരെ ഉടുപ്പിക്കുകയാണ്. ആര് പറഞ്ഞു പഴയ നിയമത്തിലെ ദൈവം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് ഇത്ര ക്രൂരനാണെന്ന്, തീഷ്ണനാണെന്ന്? അല്ല പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നാം പരിചയപ്പെടുന്ന ദൈവം കാരുണ്യവാനാ, അവൻ ദയാലുവ. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അവരെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാചകത്തിൽ കൂടെ ഒന്ന് പോകണം, ആ തിരുവചനത്തിൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് സഞ്ചരിക്കണം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉടുപ്പിക്കുന്ന സ്നേഹത്തോടെ ശിക്ഷ ഏറ്റുവാങ്ങാൻ കൈകെട്ടി നിൽക്കുന്ന രണ്ടുപേരെ ദൈവം സ്നേഹത്തോടെ ഉടുപ്പിച്ചു. അവരെ ചേർത്ത് നിർത്തി തുണി ഉടുപ്പിച്ചിട്ട് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ശിക്ഷ കൊടുക്കുമ്പോഴും അവരെ പുറത്താക്കുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും ദൈവം കരുണയുടെ വസ്ത്രം കൊണ്ട് പുതപ്പിക്കുന്നത് ഏദൻ തോട്ടത്തിലെ 3-ാം വസ്ത്രം, ഗാർമെന്റ് ഓഫ് എക്സ്ട്രാ ബോണസ്, ഔദാര്യത്തിന്റെ വസ്ത്രം. പ്രിയമുള്ളവരെ, ഇനിമേലാരും പറയല്ലേ അവിടുന്ന് അപ്പപ്പോ തന്നെ ശിക്ഷ തരുമെന്ന്, അവിടുന്ന് അപ്പപ്പോ തന്നെ നമ്മളോട് ദേഷ്യപ്പെടുമെന്ന്. ഇത്രമേൽ കരുണയുള്ളവനാ. കായേൻ അടയാളം വെക്കുന്ന കൊലപാതകിക്ക് എസ്കോർട്ട് പോകുന്ന ഒരു ദൈവം ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണാം. കൃപ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആണയിട്ട് പറയേണ്ടിയിരിക്കുന്നു, നാം ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഈ 3-ാം വസ്ത്രമാണ്. നാം ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ 3-ാം വസ്ത്രത്തിലാണ്. അർഹതയുണ്ടോ? ഇന്ന് വീട്ടിൽ പോയിട്ട് ഈ പരുമലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലത്തെ മലയാള മനോരമ പത്രം എടുത്തൊന്ന് തുറന്നു നോക്കണം കേട്ടോ. ഒരു വാർത്തയും ഞാൻ ചൂണ്ടിക്കാണിക്കാനല്ല, ചരമക്കോളം വെറുതെ എടുത്തൊന്ന് വായിച്ചു നോക്കിക്കോ. നമ്മുടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനല്ല. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ആ ചരമക്കോളം എടുത്ത് നോക്കിയിട്ട് അതിലൊരു 10-60 പേരുടെ ചരമവാർത്ത ഉണ്ടാവും. ഓരോരുത്തരുടെയും പ്രായം മാത്രം ഒന്ന് നോക്കിയാൽ മതി, പേരും നാടും ഒന്നും നോക്കണ്ട. ഓരോരുത്തരുടെയും പ്രായം മാത്രം ഒന്ന് നോക്കിക്കേ. അതിൽ ഒരു 40% പേരും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാ. അതിലൊരു പകുതി പേരും പ്രിയപ്പെട്ടവനെ നിന്നേക്കാൾ പ്രായം കുറഞ്ഞവരാ, പ്രിയപ്പെട്ടവളെ നിന്നേക്കാൾ പ്രായം കുറഞ്ഞവളാ. എന്നിട്ടും നമ്മളെ ഇങ്ങനെ, അവരാരും നമ്മളെക്കാൾ പാപികളല്ല, നമ്മളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യരാ, അല്ലേ? അവരിൽ പലരും നമ്മളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യരാ. എന്നിട്ടും എന്നെ ഇങ്ങനെ ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ, ഈ പരുമലപ്പള്ളിയുടെ ഉള്ളിൽ ഈ പ്രഭാതത്തിൽ കൊണ്ടിങ്ങനെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ, ഈ കൃപയോട് നിർത്തിയിരിക്കുന്നെങ്കിൽ, നീ ഇപ്പോ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ പേര് ഈ 3-ാം തിരുവസ്ത്രമാ. എന്ത്? ഔദാര്യത്തിന്റെ വസ്ത്രം. എന്താ കൃപ? കൃപ എന്നാലൊരു നിർവചനം ഞാൻ പറയട്ടെ. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ കൃപ.
എന്നെ ഇവിടെ കേൾക്കുന്ന എല്ലാവരും, താടി കൈ കൊടുത്തിരിക്കുന്നവരുണ്ട്, കൈകെട്ടിയിരിക്കുന്നവരുണ്ട്, നേരെ ഇരിക്കുന്നവരുണ്ട്, എല്ലാവരും ഈ വാചകം ഒന്ന് ശ്രദ്ധിക്കണം, ഹൃദയത്തിൽ കുറിച്ചിടണം. എന്താണ് കൃപ? അർഹിക്കാത്ത സ്ഥാനത്ത് ഒന്ന് പറയുമോ? ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. ഒരുവന്റെ മേൽ വായ തുറക്കാൻ എന്തിനാ മടിക്കുന്ന? ഇവിടെ വന്നിരുന്ന് ലജ്ജിക്കുന്ന. അർഹിക്കാത്ത സ്ഥാനത്ത് ഒരുവന്റെ മേൽ പകരപ്പെടുന്ന ദൈവസ്നേഹത്തിന്റെ ആഴമത്രേ കൃപ. അങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ നമുക്ക് അർഹതയുണ്ടോ? അർഹതയില്ലാത്ത സ്ഥാനത്താണ് ദൈവം ഈ കൃപകളൊക്കെ. കൃപ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഗ്രേസ് എന്നാണ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്ന രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ്. ഒന്ന് ഗ്രാറ്റിസ്, രണ്ട് ഡാറ്റ. ഗ്രാറ്റിസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിലെ അർത്ഥം വെറുതെ കിട്ടിയത് എന്നാണ്. എന്താ? വെറുതെ. അപ്പൊ കൃപ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അർത്ഥം എന്താ? ഇതൊക്കെ വെറുതെ കിട്ടിയതാ, നമ്മുടെ ഈ മികവ് കൊണ്ടൊന്നും കിട്ടിയതല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഭാരങ്ങളോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഭാരങ്ങൾക്കൊരു അവധി കൊടുക്കണം. എന്നിട്ട് പറയണം, അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം ഇങ്ങനെ നിർത്തി. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഭാരങ്ങൾ, കടഭാരം, വേദന, ദുഃഖം, രോഗം, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ ആയിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതിനും മേലെ പറയണം, അതൊന്നുമല്ല, ഇപ്പൊ നമ്മളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മളുണ്ട്. നാളെ നമ്മളുണ്ടോ എന്ന് നിശ്ചയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ ടെൻഷന്, കൊച്ചിന് ജോലി കിട്ടാത്തതിന്, കൊച്ചിന് 4 മാർക്ക് കുറഞ്ഞതിന്, ജീവിത പങ്കാളിക്ക് ശമ്പളം 2 മാസം കൊണ്ട് കിട്ടാത്തത്, ഇതൊക്കെ ജീവിതത്തിന്റെ ഒടുക്കത്തെ പ്രതിസന്ധിയാണെന്ന് ചുമ്മാ പറയല്ലേ. അതൊക്കെ പ്രതിസന്ധി തന്നെ. എന്നാൽ അതൊക്കെ നിസ്സാരമാണെന്ന് എണ്ണിക്കൊണ്ട് പറയണം, ഇപ്പോൾ ഞാൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആണോ? എന്നോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും തലകുലുക്കിക്കോ. എനിക്കൊരു ബോധ്യം, ഒരു സന്തോഷമൊക്കെ വരട്ടെ. യോജിക്കുന്നുണ്ട്. യെസ്, ഇപ്പൊ ഞാനുണ്ട്. യെസ്, ഇതാ കൃപ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾക്കൊക്കെ കവറിങ്ങിൽ നിങ്ങൾ 100,000 സങ്കടം പറയാൻ വന്നതാ, 100,000 വേദന പങ്കുവയ്ക്കാൻ വന്നതാ, സമ്മതിച്ചു. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷെ അതിൻ്റെ മുകളിൽ ഇപ്പോ ഞാൻ ഉണ്ട്. കർത്താവ് അടിസ്ഥാനപരമായിട്ട് ആരാ? ഒരു തച്ചനാണ്, എ ജൂയിഷ് കാർപ്പന്റർ, ഒരു യഹൂദ മരയാശാരിയാണ്. ആര്? യേശു. ആശാരിയുടെ പ്രത്യേകത എന്താ? പല ജോലികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തച്ചന്റെ പ്രത്യേകത അളവുകളിൽ ശാഠ്യം പിടിക്കുന്നയാളാണ് തച്ചൻ. വേറെ എല്ലാ പണിക്കും ഒരു ശകലം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കുഴപ്പമില്ല. ഒരു മേശരി കല്ലുകൾ എടുത്തു വെച്ച് കെട്ടുമ്പോൾ, ഇഷ്ടിക കെട്ടിപ്പൊക്കുമ്പോൾ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയാൽ അത് തേച്ചൊക്കെ എടുക്കാം. അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? പുട്ടിയിടാം. പല പണിക്കും ഇത്തിരിയൊക്കെ ഒരു മില്ലിമീറ്ററിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയാൽ കുഴപ്പമില്ലെന്നേ. പക്ഷേ 1 മില്ലിമീറ്റർ പോലും തെറ്റാൻ പാടില്ലാത്ത പണിയാണ്. അതുകൊണ്ടാണ് തച്ചന്മാരെ വിളിക്കുന്നത് വിശ്വകർമ്മൻ അല്ലേ? അത് വിശ്വകർമാവിന്റെ ബ്രഹ്മാവിന്റെ പണിയാണെന്നാ. തച്ചൻ വിശ്വകർമ്മനാ. നസറത്തിലെ മരയാശാരി വിശ്വകർമ്മനാ. അളവുകളിൽ ശാഠ്യം പിടിക്കുന്നയാളാണ് ഒരു മരയാശാരി. എൻ്റെ യേശു ക്രിസ്തു നസറത്തിലെ തച്ചൻ. എന്നിട്ടും അവന്റെ മുമ്പിൽ അളവ് തെറ്റിച്ച ഉരുപ്പടിയായ എന്നെ എടുത്തു കളഞ്ഞിട്ടില്ല. അളവുകളിൽ ശാഠ്യം പിടിക്കേണ്ടവൻ അളവ് തെറ്റിച്ച നിന്നെ തള്ളിയിട്ടുണ്ടോ? അളവ് തെറ്റിച്ചിട്ടില്ലേ? നോമ്പിന്റെ അളവ് തെറ്റിച്ചിട്ടില്ലേ? പ്രാർത്ഥനയുടെ അളവ് തെറ്റിച്ചിട്ടില്ലേ? നമസ്കാരങ്ങളുടെ അളവ് തെറ്റിച്ചിട്ടില്ലേ? ഉപവാസത്തിന്റെ അളവ് തെറ്റിച്ചിട്ടില്ലേ? ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിന്റെ ഉത്തരവാദിത്തങ്ങളുടെ അളവ് തെറ്റിച്ചിട്ടില്ലേ? ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നിന്റെ കുടുംബത്തോടുള്ള അളവ് തെറ്റിച്ചിട്ടില്ലേ? അളവ് ഒരുപാട് തെറ്റി. എന്നിട്ടും ഇങ്ങനെ. അതുകൊണ്ടാ വചനം പറയുന്നത്, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുകയില്ല.
ദൈവത്തിൻ്റെ വചനം പറയുക, അവൻ പുകയുന്ന തിരി കെടുത്തിട്ടില്ല. ചതഞ്ഞ ഞാങ്ങണ ഒന്ന് കുമ്പസാരിക്കാൻ കാലായി കേട്ടോ. 100,000 അളവ് തെറ്റിച്ചിട്ടും എൻ്റെ യേശുവേ നീ എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ നസ്രയത്തിലെ വലിയ തച്ച, ഈ പ്രപഞ്ചത്തിന്റെ വിശ്വകർമാവേ, നീ കാലം തെറ്റിയ ക്രമം തെറ്റിയ ഉരുപ്പടി എന്നുള്ള നിലയിൽ എന്നെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് സ്തോത്രം. സഹോദരങ്ങളെ, 3 വസ്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 3 വസ്ത്രങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന് ഏദൻ തോട്ടത്തിലെ 3 വസ്ത്രങ്ങളാണ്. ഒന്ന് ഗാർമെന്റ് ഓഫ് മഹത്വത്തിന്റെ വസ്ത്രം. 2 ഗാർമെന്റ് ഓഫ് ടെമ്പറൽ പ്ലഷർ, താൽക്കാലിക സുഖത്തിന്റെ വസ്ത്രം. 3 ഗാർമെന്റ് ഓഫ് ബോണസ്. എന്തെങ്കിലുമൊക്കെ ബലം തോന്നുന്നുണ്ടെങ്കിൽ, അഹങ്കാരം തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ഔദാര്യമാണ് ദൈവത്തിൻ്റെതെന്ന് വിചാരിച്ചു കൊള്ളണം. നമുക്കങ്ങനെ ബലം തോന്നുന്നെങ്കിൽ ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയുടെ ജനറൽ വാർഡിൽ കൂടെ 2 തവണ ഒന്ന് നടക്കുക. നമ്മുടെ അമിത ബലവും അമിതമായ അഹങ്കാരവും ഒക്കെ താനേ താണുപോകും. ക്യാൻസർ സെൻ്ററുകളുടെ കുഞ്ഞുങ്ങളുടെ വാർഡിൽ കൂടെ ഒന്ന് കയറിയാൽ മതി, വേറെ എങ്ങും പോകണ്ട. തലമുട്ടയിടിച്ച് ഹീമോസെഫാലസിനും ലങ്സിനുമൊക്കെ ക്യാൻസർ ബാധിച്ച കുഞ്ഞുങ്ങൾ, തലയിൽ ചില മഷികളുടെ അടയാളപ്പെടുത്തലുകളുമായിട്ടൊക്കെ റേഡിയേഷന് കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ഒന്ന് കണ്ടാൽ മതി, മനസ്സിലാകും ഈ ജീവിതം ഔദാര്യമെന്ന്, മനസ്സിലാകും ഈ ജീവിതം ബോണസെന്ന്. ലഭിച്ചതല്ലാതെ പ്രശംസിക്കാനായിട്ടൊന്നുമില്ല, ലഭിച്ചതെങ്കിലോ ദാനമെന്നല്ലാതെ ഒന്നുമില്ല. ആര് പറഞ്ഞതാ? പരിശുദ്ധനായ പൗലോസ്ലീഹ. പരിശുദ്ധനായ പൗലോസ്ലീഹ. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഒരു കുഞ്ഞിനെ കാണാം, ഒരമ്മയെ കാണാം, ഒരപ്പനെ കാണാം. ആറ്റുനോറ്റ് ഇരുന്ന് ഉണ്ടായൊരു കുഞ്ഞുണ്ട് അവിടെ. ആ കുഞ്ഞിൻ്റെ പേര് ശമൂവേൽ. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. പിൽക്കാലത്ത് യെരൂശലേമിന്റെ മഹാനായ പ്രവാചകനും ന്യായാധിപനുമൊക്കെ ആയി മാറിയ ശമൂവേൽ. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ പേര് എൽക്കാനയും ഹന്നയും. വിവാഹം കഴിഞ്ഞിട്ട് നാളുകൾ ഏറെ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല. കരഞ്ഞു കലങ്ങിയ അവരുടെ ദാമ്പത്യത്തിൻ്റെ നാളുകൾ, വേദനിച്ചു പോയ അവരുടെ ജീവിതത്തിൻ്റെ നാളുകൾ, ഉത്തരം കിട്ടാത്ത രാപ്പകലുകൾ, ദൈവം ഉത്തരം കൊടുക്കുന്നില്ല എന്ന് സംശയിച്ച ദിനരാത്രങ്ങൾ. അങ്ങനെ ഇരിക്കെ ഹന്നയുടെ അവിരാമമായ പ്രാർത്ഥനയ്ക്കുത്തരം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള സുന്ദരമായ സുവിശേഷം. ഈ വാർത്ത കേട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് വാഗ്ദാനം സ്വീകരിച്ച ഹന്ന ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. ഒരു ഓമനത്വമുള്ള കുഞ്ഞിനെ വളർത്തി, ഏറ്റവും ഓമനിച്ച് വളർത്തി. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാണ്. എങ്ങനെ തലയിൽ വെച്ചാൽ പേനടിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന വിചാരത്തിൽ അവർ ആറ്റുനോറ്റ് വളർത്തി. കൊഞ്ചിച്ചിട്ടും കൊതി തീരാതെ, വാത്സല്യം കൊടുത്തിട്ടും മതി വരാതെ ഈ മാതാപിതാക്കളെ കുഞ്ഞിനെ വളർത്തുക. പക്ഷേ ഈ കുഞ്ഞിന് ബാല്യം പിന്നിടുമ്പോഴേക്കും ഈ അപ്പനും അമ്മയും ചങ്ക് തകരുന്നൊരു തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം ഇതാണ്: ഈ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കാം, ഈ കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കാം. അങ്ങനെയാണ് ശീലോവിൽ ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന സ്ഥലത്ത് ഈ കുഞ്ഞിനെ നേർച്ചയായിട്ട് കൊടുത്തത്. ഈ കുഞ്ഞ് പിന്നീട് വളരുന്നത് അവിടെയാ. ദൈവത്തിന് കൊടുക്കുമ്പോൾ ചങ്കു പറിച്ചു കൊടുക്കുന്ന വേദനയോടെയാ എൽക്കാനയും ഹന്നയും കൊടുത്തത്. ആറ്റുനോറ്റുണ്ടായ ഏകജാതൻ ചങ്കു പറിച്ചു കൊടുക്കുന്ന വേദനയോടെ കൊടുത്തത്. ആ കുഞ്ഞവിടെ വളരുക. ഈ മാതാപിതാക്കൾ ഫോണില്ലാത്ത കാലമാണ്, കത്തില്ലാത്ത കാലമാണ്, കമ്പിയടിക്കാനൊക്കാത്ത കാലമാണ്. ഈ മാതാപിതാക്കൾ ആണ്ടിലൊരിക്കൽ ഈ കുഞ്ഞിനെ കാണാൻ എവിടെ പോകും? ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന സ്ഥലത്ത് പോകും. അറിയാം നിങ്ങൾക്കല്ലേ? ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന സ്ഥലത്ത് പോകും. പ്രിയപ്പെട്ടവരെ, അവര് പോകുമ്പോ ഈ എൽക്കാനയും ഹന്നയും അപ്പനും അമ്മയും കൂടെ പോകുമ്പോ എന്നൊക്കെ കൊണ്ടുപോകുന്നറിയോ? കോമ്പിളാൻ ഒരു കുപ്പി, ഹോർലിക്സ് ചെറുത് 2, നാരങ്ങച്ചാർ ചെറിയ പാക്കറ്റ്. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒന്നും കൊണ്ടുപോയതായിട്ട് അവിടെ പറയുന്നില്ല. അവര് പോയപ്പോൾ ഹന്ന ഒരു പഞ്ഞി നൂലങ്കി തുന്നി ആർക്കൊണ്ട് കൊടുത്തു? കൊടുക്കുകയായിരുന്നില്ല. ആണ്ടുതോറും അവർ യെരൂശലേമിലേക്ക് പോയി ആർക്ക് കൊടുക്കുമായിരുന്നു? ഈ കുഞ്ഞിന് കൊടുക്കുമായിരുന്നു. എന്താണ് ഈ പഞ്ഞി നൂലങ്കി? അത് കടയിൽ നിന്ന് മേടിച്ചതല്ല. ഈ പാവപ്പെട്ട അമ്മച്ചി
വീട്ടിലിരുന്ന് 1 വർഷം കൊണ്ട് തുന്നിയെടുത്ത മനോഹരമായൊരു നൂലങ്കി. ഈ പഞ്ഞു നൂലങ്കി എന്താ? പഴയ നിയമത്തിലെ ശുശ്രൂഷകന്റെ വസ്ത്രമാണ്. പഴയ നിയമത്തിലെ പൗരോഹിത്യ വസ്ത്രത്തിന്റെ അടയാളമാണ്. ലേവ്യന്റെ അങ്കിയാണ് ഏത്? പഞ്ഞുനൂലങ്കി. എന്ന് പറഞ്ഞാൽ ഈ അമ്മ തന്റെ കുഞ്ഞിന് വേണ്ടി തുന്നിക്കൊടുത്തത് ദൈവത്തിന്റെ പെട്ടകമിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ആത്മീക മേഖലകളിൽ തന്റെ കുഞ്ഞിന് ശുശ്രൂഷിക്കാനുള്ള വസ്ത്രം ആര് കൊണ്ടു കൊടുത്തു? വചനം പറയുന്നു, വേറൊന്നും കൊണ്ടു കൊടുത്തതായിട്ട് പറയുന്നില്ല. അമ്മ വീട്ടിൽ തുന്നിയെടുത്തൊരു നൂലങ്കി, ആരാധനയുടെ വസ്ത്രം. ഞാനതിനെ വിളിക്കുകയാണ് ഗാർമെന്റ് ഓഫ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഗാർമെന്റ് ഓഫ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. എന്താ സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് വിളിച്ചത്? അത് 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല. ഈ കുഞ്ഞ് എത്ര നാള് ദൈവത്തിന്റെ പെട്ടകത്തടുത്തായിരുന്നുവോ, ഈ അമ്മ ആണ്ടുതോറും അതൊരു പതിവാ, അച്ചടക്കം. ആത്മീക വസ്ത്രം തുന്നിക്കൊടുക്കുന്നൊരു അമ്മയെ കണ്ടോ നിങ്ങൾ? എൻ്റെ മുന്നിൽ ഒരുപാട് അമ്മമാരിരിക്കുന്നുണ്ട്. ഒരു വെല്ലുവിളിയാണ് ഹന്ന നിങ്ങൾക്ക്. ഷീ ഈസ് എ ചലഞ്ച് ഫോർ യു. അവൾ നിങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. ആ അമ്മ നിങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. അവൾ ആത്മീക വസ്ത്രം വീട്ടിൽ തുന്നിക്കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. സുവിശേഷങ്ങളിൽ ആവർത്തിച്ചു വരുന്നൊരു വാക്കുണ്ട്, പതിവ് പോലെ. പതിവ് പോലെ അവർ പെരുന്നാളിന് പോയി. പതിവ് പോലെ അവൻ ദേവാലയത്തിൽ ചെന്നു. ആരെക്കുറിച്ചാ? നസറത്തിലെ വീടിനെ കുറിച്ചാണ്. ആത്മീകമായ പതിവുകളുണ്ടോ? ഇവിടെ ഇരിക്കുക എത്ര വീടുകളോട് ചോദിക്കട്ടെ, എല്ലാ വീടുകളിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, രാവിലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സമയം കൃത്യമായിരിക്കുന്ന എത്ര വീടുകളുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഈ ചാനലുകളിലെ പല 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 പരിപാടികളുടെ സമയക്രമീകരണമാണ് ഞങ്ങളുടെ ആരാധനയുടെ സമയക്രമീകരണം. സമയം എത്ര കൃത്യമാണ്. ആത്മീക അച്ചടക്കം കൃത്യമായിട്ടുണ്ടോ? അത് അമ്മമാരാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്, പിതാക്കന്മാരാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ അമ്മ അങ്ങനെ ഒരു അമ്മയായിരുന്നു. പ്രാർത്ഥനയ്ക്കൊരു താളമുണ്ടോ? ഭാരതീയ പാരമ്പര്യം പറയും, ഒരു മന്ത്രം ചൊല്ലിയാൽ 3 കാര്യങ്ങൾ കൃത്യമാകണം. ഒന്ന് അതിൻ്റെ ടൈം, സമയം. 2 റിതം, അതിൻ്റെ താളം. 3 അതിൻ്റെ രീതി, മെത്തേഡ്. ടൈം, റിതം ആൻഡ് മെത്തേഡ്. ഇത് 3 കൃത്യമാകുന്നിടത്താണ് മന്ത്രത്തിന് ഫലസിദ്ധി ഉണ്ടാവുക. ഒരു പ്രാർത്ഥന സമയം. യേശുക്രിസ്തു ആദ്യ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പറയുന്നുണ്ട്. അവൻ സമയമായപ്പോൾ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്ന. എന്താ വാക്കിന്റെ അർത്ഥം? അവൻ സമയമായപ്പോൾ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചൂട് പിടിച്ച ഓരോ കുർബാനകളും, ഓരോ ഞായറാഴ്ചകളും, ഈ കഴിഞ്ഞ ആഴ്ച ഉൾപ്പെടെ നമ്മളെക്കുറിച്ച് എന്ത് പറയും? 7:30, 7:45, 8:15, 8:45, 9:10, 9:20. ലാസ്റ്റ് വണ്ടി 9:30 ചെന്നു. എവിടെ? പള്ളിയിൽ. വൈകി ഓടുന്ന വണ്ടികളാ. അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയത് സമയത്തായിരുന്നോ? എന്തേ ഉറങ്ങിപ്പോയോ? കർത്താവ് സമയത്ത് ചെയ്തു, നമ്മളോ? സമയമല്ലാത്തതിൻ്റെ പേരെന്താ? സമയം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അസമയം. അത് പാതിരാത്രി 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമല്ല കേട്ടോ. സമയമല്ലാത്തത് എന്തും എന്താ? അസമയമാ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ പലതും വഴി മുടങ്ങുന്നത് എന്താണെന്നറിയാം? എത്രയോ കുർബാന കൂടി, എത്രയോ ആത്മീക അനുഭവങ്ങളിലായിരുന്നു. എന്താ പല അനുഗ്രഹങ്ങൾ വഴി തടഞ്ഞു പോയത്? നമ്മൾ അസമയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും. അസമയത്ത് ചെയ്യുന്നവരൊന്നും ഗുണപ്പെടുകയല്ല കേട്ടോ. അസമയത്ത് ചെയ്യുന്നവരൊന്നും ഗുണപ്പെടുകയല്ല. അവൻ സമയമായപ്പോൾ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിടുന്നു. യേശു ആരാധനയുടെ സമയം, താളം, കൃത്യത, രീതി. പൗരസ്ത്യ ആരാധനയ്ക്ക് ഇതൊക്കെ ഉണ്ട്. വായി തോന്നുന്നത് പോലെയല്ല. എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ആത്മീക അച്ചടക്കം വീട്ടിലുണ്ടോ? പ്രാർത്ഥനയ്ക്കൊരു സമയവും താളവും ഉണ്ടോ? ഒത്തിരി സമയമുള്ള ദിവസം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും അല്ലേ? ലുത്തിനിയായും മസമൂറാകളും പാമ്പാക്കുടയിലെ രഹസ്യ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലും. ഒത്തിരി തിരക്കുള്ള ദിവസം, ഉദാഹരണമായിട്ട് ദുഃഖവെള്ളിയാഴ്ച സന്ധ്യ പോലെയുള്ള ദിവസങ്ങൾ, ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥന വെട്ടിച്ചുരുക്കും, എഡിറ്റ് ചെയ്യും. ഇനി ഒരുപാട് ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ കിടക്കയിലിരുന്ന്
കർത്താവിന് നമ്മളെ അറിയാം, നമുക്ക് കർത്താവിനെ അറിയാം. നാഥ നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു. ഒറ്റ വാചകത്തിൽ അല്ലേ? തമ്പുരാന് നമ്മളെ അറിയാം, നമുക്ക് തമ്പുരാനെ അറിയാം. പിന്നെ അണ്ടർസ്റ്റുഡ് ആണെല്ലാം. നാഥ നീ എല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു. ദേ തീർന്നു. നമ്മളെപ്പോലെ പ്രാർത്ഥന എഡിറ്റ് ചെയ്യാൻ പഠിച്ചൊരു സമൂഹമുണ്ടോ? അതുകൊണ്ട് നമ്മുടെ സാഹചര്യം അനുസരിച്ച നല്ല അമ്മമാരുള്ള വീട്ടിൽ കൃപ മുടങ്ങുകയല്ല. പരിശുദ്ധ കന്യകമ്മ 2 വീട്ടിലേ പോയുള്ളൂ. വചനം പറയുന്നു 2 വീട്ടിലേ പോയുള്ളൂ. ആ 2 വീട്ടിലും അത്ഭുതം നടന്നു. ഏതൊക്കെ വീടാ? ഒന്ന് സഖറിയാവിൻ്റെ വീട്ടിൽ പോയി അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാ. അവിടെ എന്നാ നടന്നത്? അവിടെ ഒരു അത്ഭുതം നടന്നു. പ്രജ കുതിച്ചു ചാടി, കൊച്ചു തുള്ളിച്ചാടി, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. സാധാരണ ഉദരത്തിൽ കിടക്കുമ്പോൾ കിട്ടണ്ടല്ല, പക്ഷെ മറിയ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ. അമ്മ വഴിയായി സ്വർഗത്തിലെ അപ്പൻ പരിശുദ്ധാത്മ സാന്നിധ്യത്തെ ആ വീട്ടിൽ നിറച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ ഒക്കുകയല്ല. മറിയം പ്രവേശിച്ച 2ാമത്തെ വീട് ഏതാ? കാനാവിലെ വീടാ. അവിടെ വെള്ളം തുളുമ്പിച്ചാടി. വെള്ളം കർത്താവിനെ കണ്ടു. വെള്ളം എന്ത് ചെയ്തു? നുരഞ്ഞു പൊന്തി വീഞ്ഞായി തീർന്നു. മറിയ സുവിശേഷങ്ങളിൽ 2 വീട്ടിലേ പോയുള്ളൂ. 2 വീട്ടിലും അത്ഭുതം നടന്നു. നല്ല അമ്മയുള്ളിടത്ത് കൃപയുണ്ട്. മുടിയംപുത്രൻ്റെ കഥയിൽ ഒരാളുടെ കുറവുണ്ട്. ആരുടെ? ഒരമ്മയുടെ കുറവുണ്ട്. അമ്മയുള്ള വീട്ടിൽ നിന്ന് ഏത് കുട്ടിയാണ് പുറപ്പെട്ടു പോവുക? അമ്മയുള്ള വീട്ടിൽ നിന്ന് ഏത് കുട്ടിയാ പുറപ്പെട്ടു പോവുക? ആരും പോവില്ല. അതുകൊണ്ട് ഹന്ന ഒരു വസ്ത്രം തുന്നി മക്കൾക്ക് വേണ്ടി. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. പഴയ നിയമത്തിൽ മോശയുടെ അമ്മയുടെ പേര് പറയാമോ? മോശയുടെ മാതാപിതാക്കളുടെ പേര് ഒത്തിരി കട്ടിയായിരുന്നല്ലോ. ഇതുവരെ ഉത്തരം പറഞ്ഞ ഒത്തിരി പേരുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പലയിടത്തും കാണാത്ര. അമ്രാമും യോഖേബദും. യോഖേബദ് എന്ന് പറയുന്ന അമ്മ ഈ കുഞ്ഞിനെ വീട്ടിൽ ഒളിച്ചു വെക്കാൻ ഒക്കാത്തൊരു കാലം വന്നപ്പോൾ, ഈ കൊച്ച് എഴുന്നു നടക്കുന്ന പ്രായമായപ്പോൾ ഈ കുഞ്ഞിനെ എന്താ ചെയ്തെന്നറിയാം? ഒരു പെട്ടകം വാങ്ങി അതിൽ കിടത്തി വെള്ളത്തിൽ ഒഴുക്കി. വായിച്ചിട്ടില്ലേ? ഈ അമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു പെട്ടകം എന്ത് ചെയ്തു? വാങ്ങി. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു പെട്ടകത്തിനും കുഴപ്പമുണ്ടാവത്തില്ല, സൂപ്പറായിരിക്കും. പക്ഷെ ഈ അമ്മ യോഖേബദ് എന്ന് പറയുന്ന അമ്മ, നിങ്ങൾ കേൾക്കണം, ഈ വീട്ടിൽ ഈ പെട്ടകത്തിലൊരു പണി നടത്തി. അതെന്നാ പണിയാ? പശയും കീലും. ഇതെന്തൊരു പണിയാ! പെട്ടകത്തിൽ നിന്ന് വാങ്ങിയ 1-ാം തരം കമ്പോളത്തിൽ നിന്ന് വാങ്ങിയ പെട്ടക വീട്ടിൽ എന്നാ തേച്ചു? അമ്മ തേച്ചു. എന്ന് പറഞ്ഞ എന്താ? തൻ്റെ കൊച്ചിൻ്റെ ജീവിതത്തിൽ വെള്ളം കയറാതിരിക്കാൻ, തൻ്റെ കൊച്ചിൻ്റെ പ്രാണൻ ഈ ലോകസാഗരം കവരാതിരിക്കാൻ, തൻ്റെ കൊച്ചിൻ്റെ പെട്ടകത്തിൽ പ്രാർത്ഥന എന്ന പശ, ദൈവത്തോട് ഒട്ടിച്ചേർത്തുന്ന പശ, ദൈവ കരുണ എന്ന, ദൈവ ഭയം എന്ന കീല് ആര് തേച്ചു? അമ്മ തേച്ചു. എവിടെ വെച്ച് തേച്ചു? വീട്ടിലാ തേച്ചത്. എന്നിട്ട് ആ കുട്ടി അതിൽ കിടത്തി ഒഴുക്കി വിട്ടു. എന്നെ കേൾക്കുന്ന ഒത്തിരി യോഖേബദ്മാരിതായിരിക്കുന്നു. ഒത്തിരി അമ്മമാർ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല 1-ാം തരം വിദ്യാഭ്യാസമാകുന്ന പെട്ടകം ഈ ലോകത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കും. മാട്രിമോണിയൽ കണ്ടിട്ട് നല്ല 1-ാം തരം ബന്ധങ്ങളെ നിങ്ങൾ ആകുന്ന പെട്ടകം ഉണ്ടാക്കി കൊടുക്കും. ഇഷ്ടം പോലെ പെട്ടകങ്ങൾ, വാഹനങ്ങളാകാം, ധനസമ്പത്താകാം, പൊന്നും പണവും ഒക്കെ. ഇത് ലോകം തരുന്ന പെട്ടകങ്ങൾ. നിന്റെ കുഞ്ഞിന് സുഭിക്ഷ. പക്ഷെ പ്രിയപ്പെട്ട യോഖേബദ്മാരെ, പ്രിയപ്പെട്ട മമ്മിമാരെ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ മക്കളുടെ പെട്ടകത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന പശ തേച്ചിട്ടുണ്ടോ? ദൈവ ഭയമെന്ന കീല് തേക്കുന്നുണ്ടോ? യോഖേബദിനെ പോലെ ഒരു അമ്മയ്ക്ക് വേറെ പുസ്തകത്തിൽ ഏറ്റവും സുന്ദരമായ ഉദാഹരണം എനിക്കിഷ്ടം ഒരു ചെറിയ പക്ഷിയാണ്, ഒരു കൈവെള്ളയിൽ ഒതുങ്ങുന്ന പക്ഷി, മീവൽ പക്ഷി. മീവൽ പക്ഷിയുടെ പ്രത്യേകത എന്തെന്നറിയാം? മീവൽ പക്ഷിയുടെ പ്രത്യേകത, മീവൽ പക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലായിരുന്നു. യെരൂശലേം ദേവാലയം തീ വെച്ച് വെണ്ണീറായി കിടന്ന ആളുകളിൽ അതിൻ്റെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലൊക്കെ കുരുകിലും മീവലും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി. കുരുകിലും മീവലും ബലിപീഠത്തോട് ചേർന്ന് മക്കളെ വളർത്തിയ വചനത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഓരോ അമ്മമാരും തങ്ങളുടെ മക്കളെ
ബലിപീഠത്തോട് ബന്ധിപ്പിച്ച് വളർത്തുമെങ്കിൽ ആ മക്കളുടെ ജീവിതം കൃപയുള്ളതായിത്തീരും. ഇന്ന് പലപ്പോഴും നമ്മൾ പിള്ളേരെ കുറ്റം പറയും, എൻ്റെ കൊച്ചങ്ങനെയാണ്, എൻ്റെ കുട്ടി ഇങ്ങനെയാണ്. ഒരു റിവേഴ്സ് റീഡിങ് വരണം. നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നൊരു ഞാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഈ മക്കള് പിഴച്ചു പോകുന്നെങ്കിൽ അതിൻ്റെ ഒരു പരിധി വരെ അപ്പനും അമ്മയ്ക്കും അല്പം നീതിയുടെ കുറവുണ്ടെന്നാ. കാരണം നീതിമാന്റെ സന്തതി പാളിപ്പോത്തില്ല, നീതിമാന്റെ സന്തതി പിഴച്ചു പോകുകയല്ല. അപ്പോൾ ആ സങ്കീർത്തന വാക്യത്തിന് ഒരു റിവേഴ്സ് റീഡിങ് വേണം. മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നാലാമതായി പറഞ്ഞത് ആത്മീക അച്ചടക്കത്തെക്കുറിച്ചാണ്. ആത്മീക അച്ചടക്കത്തിൻ്റെ വസ്ത്രം നമ്മുടെ വീടുകളിൽ തുന്നുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് പശയും കീലും തേച്ച് കൊടുക്കണം. അവസാനമായി ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. 4 വസ്ത്രങ്ങൾ, പഴയ നിയമത്തിലെ 4 വസ്ത്രങ്ങൾ. ഏദൻ തോട്ടത്തിൽ നിന്ന് 3 വസ്ത്രങ്ങൾ, ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് 4ാമത്തെ വസ്ത്രം. അവസാനമായി യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം. യേശുക്രിസ്തുവിൻ്റെ ഒത്തിരി വസ്ത്രങ്ങൾ വചനത്തിലുണ്ട്. യേശുക്രിസ്തു പല വസ്ത്രങ്ങൾ ധരിച്ചതായി തിരുവചനം പറയുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ ഞാൻ വിളിക്കുന്ന പേര് ഗാർമെന്റ് ഓഫ് അൺകോംപ്രമൈസ്ഡ് ലൈഫ് എന്ന. ഗാർമെന്റ് ഓഫ് അൺകോംപ്രമൈസ്ഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏച്ചുകെട്ടലില്ലാത്ത ജീവിതത്തിൻ്റെ വസ്ത്രം. ഏച്ചുകെട്ടലില്ലാത്ത ജീവിതത്തിൻ്റെ വസ്ത്രം. കാൽവറിയുടെ മലയുടെ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക. ഇതാ, കാൽവറിയുടെ ഉയരങ്ങളിൽ ഉച്ചയ്ക്ക് ആ മധ്യാഹ്നത്തിൽ പൊരിവെയിലിൽ കാൽവറിയിലെ നാഥൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ രംഗമാകെ വിഷാദമുഖമാണ്. കുരിശിന്റെ താഴെ ഇതാ ഒരു കരിമ്പാറക്കെട്ട്. കുരിശിന്റെ താഴെ അല്പമകലെ ഒരു കരിമ്പാറക്കെട്ട്. ഏറെ പേരും ക്രൂശാരോഹണം കണ്ട് ദുഃഖത്തോടെയും സന്തോഷത്തോടെയും പിരിഞ്ഞു പോയിരിക്കുന്നു. കുറച്ചുപേർ ദുഃഖത്തോടെ, കുറച്ചുപേർ സന്തോഷത്തോടെ. ആളുകൾ ഒഴിയുന്ന ആ കാൽവറിയുടെ ഉയരങ്ങളിൽ താഴെ ഒരു കരിമ്പാറക്കെട്ടിൽ ഒരു കാഴ്ച കാണാം. ഈ കരിമ്പാറക്കെട്ടിന് ചുറ്റും 4-5 പേർ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. 4-5 പേർ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട്. ആ പാറയുടെ മുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുക. അവിടെ മനോഹരമായൊരു വസ്ത്രം വിരിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി എൻ്റെ നാഥൻ കുർബാന സ്ഥാപിച്ചപ്പോൾ ധരിച്ച വസ്ത്രമാണ്. ഇന്ന് പ്രഭാതത്തിൽ അവൻ ധരിച്ച വസ്ത്രമാണ്. കമനീയമായൊരു വസ്ത്രം, ഒരു മേലങ്കി, എൻ്റെ യേശുവിൻ്റെ വസ്ത്രം. ആ വസ്ത്രം ആ പാറക്കെട്ടിൽ വിരിച്ചിട്ടുണ്ട്. സാഹൂതത്തോടെ പടയാളികൾ അതിന് ചുറ്റുമിരിക്കുക. അവരോരോരുത്തരും പറയുന്നുണ്ട്, ഈ വസ്ത്രം എനിക്ക് വേണം, ഈ വസ്ത്രം എനിക്ക് വേണം. അവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അവരോരോരുത്തരും ഈ വസ്ത്രത്തിന് വേണ്ടി വാശി പിടിച്ചെന്നറിയാമോ? ഈ വസ്ത്രം മേൽതൊട്ടടിയോളം തുന്നലില്ലാത്ത, മേൽതൊട്ടടിയോളം തുന്നലില്ലാത്ത, ഒരു തുന്നൽപ്പാട് പോലും കാണാത്ത കമനീയമായ ഒരു അങ്കി. ഇത്ര മനോഹരമായൊരു വസ്ത്രം ക്രിസ്തു മുൻപ് ധരിച്ചിട്ടില്ല. ഈ വസ്ത്രം വളരെ മനോഹരമായ വസ്ത്രം. ഓരോരുത്തരും തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആർക്ക് കിട്ടുമെന്നറിയാൻ അവരെന്തിട്ടു? ചീട്ടിയിട്ടു. കാരണം വിലപിടിപ്പുള്ളതിന് വേണ്ടിയിട്ടാണ് എന്തിടുക? ചീട്ടിയിടുക. വിലപിടിപ്പുള്ള ഒരു തിരുവസ്ത്രം കാൽവറിയിലെ കറുത്ത കരിമ്പാറക്കെട്ടിൽ കണ്ടില്ലേ? ഈ വസ്ത്രത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് ഗാർമെന്റ് ഓഫ് അൺകോംപ്രമൈസ്ഡ് ലൈഫ്. ഏച്ചുകെട്ടലില്ലാത്ത ജീവിതത്തിന്റെ വസ്ത്രം. എന്താ? യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് ആ വസ്ത്രം അടയാളമാക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവിതമാണ് ആ വസ്ത്രം അടയാളമാക്കുന്നത്. യേശുക്രിസ്തു ഒന്നിനോടും തൻ്റെ ജീവിതത്തെ ഏച്ചുകെട്ടിയിട്ടില്ല. ഒരു വസ്ത്രത്തിൽ തുന്നലുണ്ടാക്കുന്നത് എന്തിനാ? അതിനെ കഷണങ്ങൾ ചേർത്ത് പിടിപ്പിക്കാനാ. നമ്മളൊരു വസ്ത്രം തയ്ക്കുമ്പോൾ പരമാവധി തുന്നൽ പുറത്ത് കാണിക്കില്ല. തുന്നൽ എപ്പോഴും ഏച്ചുകെട്ടലുകളെ സൂചിപ്പിക്കുക, ചേർത്തുവെക്കലുകളെ സൂചിപ്പിക്കുക. ചേർത്തുവെക്കലുകൾ അതെപ്പോഴും ഒരു നല്ല സൂചനയല്ല. അതുകൊണ്ടാണ് തയ്യൽക്കാരൻ തുന്നലൊക്കെ എവിടെ ഇടുന്നത്? അകത്തിടുന്നത്, തുണിക്ക് അകത്ത് ഇടുന്നത്. പക്ഷെ ഈ വസ്ത്രത്തിൽ തുന്നലില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവമാണത്. അവൻ പിശാചിനോട് തൻ്റെ ജീവിതത്തെ കോംപ്രമൈസ് ചെയ്തില്ല. എൻ്റെ കർത്താവ് പീലാത്തോസിനോട് തൻ്റെ ജീവിതത്തെ കോംപ്രമൈസ് ചെയ്തില്ല. എൻ്റെ കർത്താവ് കുരിശിനോട് കോംപ്രമൈസ് ചെയ്തില്ല. കസേരയോട് കോംപ്രമൈസ് ചെയ്തില്ല. മണി, പവർ, പ്ലഷർ, ഇത് മൂന്നുമാണ് ഓരോരുത്തരും വീണു പോകുന്നത്. ധനം,
സുഖം, അധികാരം. മണി, പവർ, പ്ലഷർ. ഇത് മൂന്നിനോടും എൻ്റെ കർത്താവ് തൻ്റെ ജീവിതത്തെ ഏച്ചു കെട്ടിട്ടില്ല. ശത്രുവിനോട് കോംപ്രമൈസ് ചെയ്തില്ല, സ്നേഹിതനോട് കോംപ്രമൈസ് ചെയ്തില്ല. തൻ്റെ 33.5 വർഷം ലോകത്തോട് കോംപ്രമൈസ് ചെയ്തില്ല. നമ്മളോ അച്ചായൻ പറഞ്ഞത് ശരിയാണ്, അമ്മാമ പറഞ്ഞത് ശരിയാണ്, എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനോടും ഒരു ഒഴുക്കൻ മട്ടിൽ ചേർന്ന് പോവുക. നമുക്കൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാ. ഇന്ന് കാണുന്ന മുഖമല്ല നാളെ. അവിടെ നമ്മൾ അത് ശരിയാണെന്ന് പറയും, ഇവിടെ നമ്മൾ ഇത് ശരിയാണെന്ന് പറയും. നമ്മുടെ മക്കളോട് നമ്മൾ പറയും, ചേരയെ തിരുന്ന നാട്ടിലാണ് ചെല്ലുന്നതെങ്കിൽ ഏത് പീസ് കഴിക്കണം? നടുത്തുണ്ടം കഴിക്കണം. കാലം എങ്ങനെയാണോ, ലോകം എങ്ങനെയാണോ അതിനനുസരിച്ച് കോംപ്രമൈസിൽ ജീവിച്ചോണം. നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? തമ്പുരാൻ അങ്ങനെയായിരുന്നില്ല. തമ്പുരാൻ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്തില്ല. തമ്പുരാന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അവന്റെ വസ്ത്രവും അങ്ങനെ തന്നെ, കീറാത്ത അങ്കി. അവന്റെ സമഗ്രതയുടെ പ്രതീകമാണ്, അവന്റെ ടോട്ടാലിറ്റിയുടെ പ്രതീകമാണ്, അവന്റെ സമഗ്രതയുടെ പ്രതീകമാണ്. ഞാൻ ഇതിനോട് ഒന്നുകൂടെ ചേർക്കാം. 153 മത്സ്യം കയറിയിട്ടും കീറാത്തൊരു വല ഉയർപ്പിന് ശേഷം കാണാം. ഈ വല കീറാത്തത്, അതും അവന്റെ നെറ്റ്വർക്കിൽ ഈ ലോകം മുഴുവൻ സുരക്ഷിതമാണ്. ആ വല കീറത്തില്ല. നിങ്ങൾ വിളിക്കുന്നയാൾ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ഈ ലോകത്തിൻ്റെ ഏത് നെറ്റ്വർക്കും പരാജയപ്പെടും. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ നെറ്റ്വർക്ക് സമഗ്രമാണ്. പ്രിയപ്പെട്ടവരെ, കാൽവറിയിൽ ഒന്നുകൂടെയുണ്ട്, ഒടിയാത്ത നട്ടെല്ലും ഒടിക്കപ്പെടാത്ത അസ്ഥിയും. അതും അവൻ്റെ സമഗ്രതയുടെ പ്രതീകമാണ്. കീറാത്ത അങ്കിയും തുന്നലില്ലാത്ത വസ്ത്രവും ഒടിയാത്ത നട്ടെല്ലും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 5 വസ്ത്രങ്ങളാണ് അല്ലേ? 1, വിശുദ്ധ വചനത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ വസ്ത്രം, ഗാർമെന്റ് ഓഫ് ഗ്ലോറി, ഏദൻ തോട്ടത്തിൽ. 2, ഗാർമെന്റ് ഓഫ് ടെമ്പറൽ പ്ലഷർ, താൽക്കാലിക സുഖത്തിൻ്റെ വസ്ത്രം, അത്തിയില. 3, ഗാർമെന്റ് ഓഫ് എക്സ്ട്രാ ബോണസ് എന്ന് പറഞ്ഞാൽ ഔദാര്യത്തിൻ്റെ വസ്ത്രം, കൃപയുടെ വസ്ത്രം. 4, ഗാർമെന്റ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലേ, സ്പിരിച്വൽ ഡിസിപ്ലിൻ, ആത്മീക അച്ചടക്കത്തിൻ്റെ വസ്ത്രം. 4, പഴയ നിയമ അങ്കികൾ. 5-മതായി യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ തുന്നലില്ലാത്ത അങ്കി. ദൈവം അനുഗ്രഹിക്കട്ടെ.